അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിക്കുന്ന നോമ്പുകളും നമസ്കാരങ്ങളും സക്കാത്തുകളും സ്വതക്കകളും മറ്റ് ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ കബൂൽ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു അമലാക്കി മാറ്റുമാറാകട്ടെ. നമുക്കറിയാം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം എന്നുള്ളത്. ഒരാൾ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അവൻ്റെ മേൽ നിർബന്ധമായി വരുന്നതാണ് നമസ്കാരം. അതുകൊണ്ടാണ് ഷഹാദത്ത് കഴിഞ്ഞ് രണ്ടാമതായി നമ്മൾ എണ്ണൽ നമസ്കാരമാണ്. നമസ്കാരം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിലക്കും ഒരു ഒഴിവ് കഴിവും പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ പറ്റാത്ത അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റേണ്ട ഒന്നാണ് നമസ്കാരം. നമുക്കറിയാം, എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാശത്തിന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറക്കി കൊടുത്തതാണ്. നോമ്പായാലും ഹജ്ജായാലും സക്കാത്തായാലും എല്ലാ ഇബാദത്തും. എന്നാൽ നമസ്കാരം എന്നുള്ളത് ഏഴാം ആകാശത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിളിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച് നൽകപ്പെട്ട ഒരു ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത്. അത്രയും പ്രാധാന്യമുള്ള ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം. നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിച്ചതാണ്, പരലോകത്ത് വെച്ച് വിചാരണ ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒന്ന് നമസ്കാരമാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് നമസ്കാരം ആദ്യം വിചാരണ ചെയ്യുന്നത്? അത്രയും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റും, ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു എന്നുള്ളത്. സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നമസ്കാരം. നമസ്കാരത്തിന് 5 വക്തിനും 5 സമയമുണ്ട്. സുബിക്ക് സുബിയുടെ സമയമുണ്ട്, ലോറിന് ലോറിന്റെ സമയമുണ്ട്, അസറിന് അതിൻ്റെതായ സമയമുണ്ട്. ഈ സമയത്തായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ നമ്മുടെ ഒഴിവിനനുസരിച്ചോ നമ്മുടെ ഡ്യൂട്ടിക്കനുസരിച്ചും കിട്ടുന്ന ഫ്രീക്കനുസരിച്ച് നമസ്കരിക്കല്ല വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വക്തിനും ഓരോ സമയം നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തായിരിക്കണം നമ്മൾ എന്തായിരിക്കേണ്ടത്? നമസ്കരിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു സ്വഭാവമുണ്ട്, ലോറും അസറൊക്കെ ഒഴിവാക്കിയിട്ട് രാത്രി ഇശാന്റെ കൂടെ ഖളാ വീട്ടുക, ഒരുമിച്ച് നമസ്കരിക്കാം. അങ്ങനെ ഒരു പരിപാടി പരിശുദ്ധ ഇസ്ലാമിലില്ല. ഓരോ നമസ്കാരത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തായിരിക്കണം ആ നമസ്കാരം നിർവഹിക്കേണ്ടത്. അല്ലാതെ നമ്മൾ എത്ര തന്നെ നമസ്കരിച്ചാലും ആ നമസ്കാരം നമസ്കരിച്ചതിന്റെ കൂലി കിട്ടുകയുമില്ല. അത് വക്തിൽ നമസ്കരിക്കാത്തതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കുകയും വേണ്ടി വരും. അതുകൊണ്ടാണ് നമസ്കാരത്തിന് ഓരോന്നിനും സമയം ഇട്ടിട്ടുള്ളത്. അതേപോലെ നമുക്കറിയാം, സത്യവിശ്വാസികളും അവിശ്വാസികളും സത്യവിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസമായി എണ്ണപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ കർമ്മമാണ് നമസ്കാരം. ഒരാള് തോന്നുമ്പോൾ നിസ്കരിക്കണം. നമസ്കാരം ഉണ്ടാന്ന് വെച്ചാൽ നിസ്കരിക്കും. ചിലപ്പോൾ സുബി ഉണ്ടാവില്ല, ലോറുണ്ടാവും, വസറുണ്ടാവും, മഗ്‌രിബ് ഉണ്ടാവില്ല, ഇശ ഉണ്ടാവും. അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 വക്തുകൾ അങ്ങനെ പോകും. ജുമായ്ക്ക് കറക്റ്റ് പങ്കെടുക്കുന്നുണ്ടാവും, അസർ ഉണ്ടാവില്ല. അങ്ങനെയല്ല. ഒരു സത്യവിശ്വാസി ആയിരിക്കണമെങ്കിൽ നിർബന്ധമായും 5 തവണ ഒരു ദിവസം നമസ്കരിക്കണം. അതല്ലെങ്കിൽ നമസ്കാരം ഒഴിവാക്കിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുൻകാല പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവന് സത്യവിശ്വാസിയായി എണ്ണപ്പെടുകയില്ല എന്നുള്ളതാണ്. അതിന് 1 വക്ത് ഒഴിവാക്കിയാലും 5 വക്ത് ഒഴിവാക്കിയാലും ഒരേപോലെയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നിസ്കാരങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് സത്യവിശ്വാസികളുടെ അവിശ്വാസികളുടെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ നമസ്കാരം എണ്ണപ്പെട്ടത്. ഈ നമസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ ജമാഅത്തായിക്കൊണ്ട് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുക എന്നുള്ളത് അവന്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. പ്രായപൂർത്തിയായ ഓരോ പുരുഷനും അവൻ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് നമസ്കാരം എത്രത്തോളം നിർബന്ധമാണോ അതേപോലെ ഓരോ പുരുഷന്റെ മേലും
പ്രത്യേകിച്ച് കാരണങ്ങൾ, ശറഈയായ കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ അതിൽ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഓരോ പുരുഷനും നിർബന്ധമായ കാര്യമാണ്. അല്ലാതെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് നമസ്കരിക്കുക സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധമാണ് ജമാഅത്ത് നമസ്കാരം എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കാണാൻ പറ്റും, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക, അതിന്റെ കൂടെ നിസ്കാരം നിലനിർത്തുക പറഞ്ഞതിന്റെ കൂടെ പറഞ്ഞ് റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുക്കൂ ചെയ്യുക, അതേപോലെ സുജൂദ് ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ സുജൂദ് ചെയ്യുക. ഇതിന്റെ ഉദ്ദേശം എന്താണ്? ജമാഅത്ത് പള്ളിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും റുക്കൂ ചെയ്യുമ്പോൾ നമ്മളും അവരുടെ കൂടെ ആയിരിക്കണം നമ്മുടെ നമസ്കാരം. അല്ലാതെ ജമാഅത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എങ്ങനെങ്കിലും ഉറങ്ങാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? പള്ളി പോകില്ല. നമ്മളെ നിസ്കാരം നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ നിന്നാക്കും. പ്രത്യേകിച്ച് കാരണം ഒന്നും ഉണ്ടാവില്ല, നിസ്സാരമായ കാരണങ്ങളുടെ പേരിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ച ഒരു കാര്യമാണ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത്. അതിന് ഒരു ഉദുറ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏറ്റവും ക്രിറ്റിക്കലായ ഒരു സമയമാണ് യുദ്ധം നടക്കുക എന്നുള്ളത്. നമുക്കറിയാം, എന്തെങ്കിലും ഒരു ഉദുർ ഉണ്ടായിരുന്നുവെങ്കിൽ യുദ്ധ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇളവ് അനുവദിക്കുമായിരുന്നു. നമസ്കാരത്തിന്റെ ഷർത്തുകളായ കിബിലക്ക് മുന്നിട്ട് നിൽക്കുക എന്നുള്ളതും അതേപോലെ ഇമാമിനെ മുൻകടക്കാതിരിക്കുക എന്നുള്ളതൊക്കെ നമസ്കാരത്തിന്റെ നിർബന്ധമായ ഷർത്തിൽപ്പെട്ടതാണ്. അതിലൊക്കെ ഇളവ് കൊടുത്തിട്ടുണ്ട് യുദ്ധ സമയത്തുള്ള ജമാഅത്തിന്. പക്ഷെ ജമാഅത്തിന് ഇളവ് കൊടുത്തിട്ടില്ല. യുദ്ധ സമയത്ത് ശത്രുക്കളായിട്ട് നേരിടുന്ന സമയത്ത് പോലും ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കണം. ഭയപ്പാടിന്റെ നമസ്കാരം, ഹൗഫിന്റെ നമസ്കാരം എന്നുള്ള നിലക്ക് പഠിപ്പിക്കുക. അപ്പൊ അത്രയും നിർണായകമായ സമയത്ത് പോലും നമസ്കാരം ഒഴിവാക്കാനുള്ള ഒരു ഉദറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടില്ല. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള സംഗതിയാണ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലിന്റെ ഒരു ഹദീസിൽ കാണാൻ പറ്റും, പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിന് ഇമാമത്തായി ഒരാളെ നിർത്തുകയും എന്നിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരാത്തവരുടെ വീടുകൾ അവരെ അടക്കം കത്തിച്ചാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചു പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രയും ഗൗരവമുള്ള കാര്യമാണ് ജമാഅത്ത് മിസ്സായിക്കൊണ്ട് റൂമുകളിലും വീടുകളിലും കിടന്നുറങ്ങാന്നുണ്ട്. ജമാഅത്ത് തൊട്ടടുത്ത പള്ളികളിൽ ഞാൻ പറയാം, ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് പറയാം. യാത്രക്കാർക്കുള്ള ഉദുറ് വേറെ ഉണ്ട്. യാത്രയിൽ നമുക്ക് എങ്ങനെയാണോ നമസ്കരിക്കാൻ പറ്റുക അതേപോലെ ആയിരിക്കണം. ഇരുന്ന് നമസ്കരിക്കാൻ പറ്റും, നിന്നിട്ട് നമസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ട്രെയിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഫ്ലൈറ്റ് ഒക്കെ. അപ്പൊ നമ്മള് ഒതെടുത്തിട്ട് യാത്രയിൽ നമ്മളെ സീറ്റ് ഉണ്ടാവല്ലോ, സീറ്റിൽ ഇരുന്ന് നമസ്കരിക്കുക. റുക്കുവും സുജൂദും ചെയ്യണമെന്നില്ല നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ. കിബില നമ്മള് നിൽക്കുന്ന സമയത്ത് കിബില കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വണ്ടി അങ്ങോട്ട് പറ്റുന്നു പയ്യാ അങ്ങോട്ട് തിരിയാ. അതല്ല ഒരു നിലക്കും പറ്റണില്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. നിന്നിട്ടാണെങ്കിൽ നിന്നിട്ട്, അതല്ല നമ്മൾ സീറ്റിലാണെങ്കിൽ ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് നമസ്കരിക്കുക. അവിടെ ജമാഅത്ത് നമസ്കാരമല്ല, അവിടെ നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു ഉദറും ഇല്ല എന്നുള്ളതാണ്. യാത്രക്കാരനുള്ള ഉദറാണ് ജമാക്കലും കസറാക്കലും, കലാക്കലില്ല. ലോഹർ നമസ്കാരത്തിന്റെ അവസാനത്തെ സമയം അസർ കഴിയുന്നതോടുകൂടി, മഗ്‌രിബ് നമസ്കാരത്തിന്റെ അവസാനത്തെ സമയം ഇശ കഴിയുന്നതോടുകൂടി. അങ്ങനെയാണ് ജമാക്കൽ. ജമ്മ രണ്ട് നിലക്കാക്കുക. ഒന്ന് ജമ്മ ഇങ്ങോട്ടാക്കുക, അസറും ലോറും കൂടിയും ലോറിന്റെ കൂടെ ജമ്മു തഖ്ദീമാക്കുക, അല്ലെങ്കിൽ ജമ്മു തഖീറാക്കിയിട്ട് അസറിന്റെ കൂടെ. അത് അസർ കഴിയുന്നതിന്റെ കൂടെ കഴിയുന്നതിന് നമ്മൾ നമസ്കരിക്കണം. 4 റക്അത്തുള്ള നമസ്കാരങ്ങളാണെങ്കിൽ 2 റക്അത്താക്കുക. സുബി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യം. അപ്പൊ ജമാഅത്ത് നമസ്കാരത്തിനെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു നിലക്കും ഉദറില്ല. ഫർള് നമസ്കാരങ്ങൾക്ക് യാതൊരു നിലക്കും ഉദറില്ല. അപ്പൊ യാത്രന്റെ കാര്യം ചോദിച്ചോണ്ട് പറയാണ്, ഒരാൾ രോഗിയാണ്, ഒരു നിലക്കും അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ വയ്യ, ഒറ്റക്കെടുക്കാണ്, ശരീരത്തിലെ ഒരു അവയവങ്ങളും ചലിക്കണില്ല. കാല് മുതലേ അദ്ദേഹത്തിന്റെ കയ്യോ കാലോ ഒരു അവയവം ചലിക്കണം, ജസ്റ്റ് കണ്ണിങ്ങനെ തുറക്കാനോ അടക്കാനോ പറ്റുന്നുള്ളൂ. അവനും നമസ്കരിച്ചിരിക്കണം. അവന് കെടുക്കണത് എങ്ങനെയാണോ ആ കിടന്ന കിടപ്പിലെ ഓർക്കെടുക്കാനും മറ്റുള്ളവരെ സഹായം തേടിയിട്ട് അവനും നമസ്കരിച്ചിരിക്കണം. നമസ്കാരത്തിന് ഒരു ഉദറുമില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടുന്നവർക്ക് അറിയാം, ചെറിയ എന്തെങ്കിലും കാരണത്തിന് പോയി ഒരു സർജറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നവരെ നമസ്കരിക്കലില്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ 2-3 ദിവസമൊന്നും നമസ്കരിക്കില്ല. എന്നിട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് നമസ്കരിക്കും. അങ്ങനല്ല. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മളെ കാലിൽ എന്തെങ്കിലും പ്രശ്നമായി അല്ലെങ്കിൽ കൈ എന്തെങ്കിലും പ്രശ്നമായി അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്,
പിന്നെ വെള്ളം തട്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ നനക്കേണ്ട, ബാക്കിയുള്ള ഭാഗം നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളെ കൊണ്ട് എന്ത് ചെയ്യുക, ഒതുടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് കെടുക്കാനാണോ പറ്റണത്, കെടുന്നിട്ട് നമസ്കരിക്കുക. നമ്മളെ കട്ടിൽ എന്ത് ചെയ്യുക, കിബിലക്ക് അനുസരിച്ചാക്കുക. അതല്ല ഇരുന്നു കൊണ്ടാണോ, ഇരുന്നു കൊണ്ട് നമസ്കരിക്കുക. ഇനി ചിലവർക്ക് ഇങ്ങനെ കാല് നീട്ടിയിരിക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമസ്കരിക്കുക. നമസ്കാരത്തിന് ഉതിറില്ല. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിനും ഉതിറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി കിടക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസിന്റെയും അലി റളിയല്ലാഹുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ടാണ് പള്ളിയിലേക്ക് ജമാഅത്തിന് വന്നത്. റസൂലിന് നടക്കാൻ പറ്റാത്തതുകൊണ്ട് റസൂലിന്റെ കാല് മണ്ണിലൂടെ ഇങ്ങനെ വരച്ചിട്ട് ഒരു വര വീണിരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രാധാന്യം കൊടുത്തിരുന്നു ജമാഅത്തിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണ വേളയിൽ ഈ മുസ്ലിം ഉമ്മത്തിനെ ഉണർത്തി ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ ജമാഅത്ത് നമസ്കാരമാണ്. നമസ്കാരത്തിന്റെ കാര്യങ്ങളിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത് എന്ന് പറഞ്ഞു. നമസ്കാരത്തിന്റെ കാര്യം. അപ്പൊ നമസ്കാരം, ഫർദ് നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളതിന് യാതൊരു ഇതുമില്ല. പ്രായപൂർത്തിയായ, ബുദ്ധിക്ക് പ്രത്യേകിച്ച് തടസ്സങ്ങളോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ, സ്ത്രീകൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കി എല്ലാവർക്കും നമസ്കാരം നിർബന്ധമാണ്. ഓനക്ക് സ്വബോധമുണ്ടോ, അവൻ നമസ്കരിച്ചിരിക്കണം. ഇനി നടക്കാൻ പറ്റുന്നില്ലെങ്കിലോ, ഇരുന്നിട്ടാണെങ്കിലോ കിടന്നിട്ടാണെങ്കിലോ എങ്ങനെയായും, യാത്രയിലാണെങ്കിൽ യാത്ര. ഈ ചില ആളുകളെ ഡ്യൂട്ടി ഉണ്ട്. ഇപ്പൊ ചില ഒന്ന് രണ്ട് ക്ലിപ്പുകളൊക്കെ കേട്ടപ്പോൾ ചില ആളുകൾ 2-3 വർഷമായിട്ട് നമസ്കരിച്ചിട്ടെന്നല്ല. എന്ത് വെച്ചാൽ എന്റെ ഡ്യൂട്ടി അങ്ങനെ നമസ്കരിക്കാൻ പറ്റില്ല. അത്തരത്തിൽ നമ്മൾ ഫർദ് നമസ്കാരത്തിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ജോലി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണെന്നുള്ളത്. അത് നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നമ്മളെ ഒന്നുകൂട് കൂടി നെര്യാണി കവർ ചെയ്യുന്ന രൂപത്തിലുള്ള സോക്സ് ആണെങ്കിൽ 3 ദിവസം യാത്രക്കാരനല്ലാത്ത ഒരാൾക്ക് 1 ദിവസവും സോക്സിന്റെ മുകളിൽ തടയുകയാൽ മതി. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സോക്സ് ധരിക്കണ സമയത്ത് ഒതുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇല്ല, അത് അറിവിന്റെ കുറവായിരിക്കും. ഒതോടുകൂടി ധരിച്ചതാണെങ്കിൽ പറ്റും. ഞാൻ ഈ വിഷയമല്ല, ഇത്തരം വിഷയങ്ങൾ മിക്കവാറും ഇവിടെ വരുന്നാണ് മനസ്സിലാക്കുന്നത്. മസലകൾ ഞാൻ ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ, 5 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ, 1-2 കാര്യങ്ങളും കൂടി പറയാം. ഞാൻ ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ സംഭവം കൂടി ഉണർത്തുകയാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന ഒരു സ്വഹാബിയാണ് കണ്ണ് കാണാത്ത സഹാബി അബ്ദുല്ലാഹി ഇബ്നു മക്തൂം. അദ്ദേഹത്തിന്റെ ചരിത്രം പലരും കേട്ടിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം വന്ന് പറയണ്ടേ, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾക്കറിയാം എനിക്ക് കണ്ണ് കാണൂല, എനിക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് എത്തിക്കാൻ വഴികാട്ടിയായിട്ട് ആരില്ല, ഞാൻ നടന്നു വരുന്ന വഴിയിൽ ഒരുപാട് ജീവികളും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ജമാഅത്തിൽ നിന്നൊരു ഉതിർ, നമസ്കാരത്തിലല്ല പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിൽ നിന്നൊരു ഉതിർ കിട്ടുമോ എന്ന് റസൂലിനോട് ഈ കണ്ണ് കാണാത്ത സഹാബി ചോദിക്കാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ 4-5 ശറഈയായ കാരണങ്ങൾ കേട്ടപ്പോൾ അള്ളാഹിന്റെ റസൂല് ഓക്കെ, അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ നിന്ന് നമസ്കരിക്കണം എന്നില്ല, വീട്ടിൽ നിന്ന് നമസ്കരിക്കോ എന്ന് പറഞ്ഞ് മടക്കി വിട്ടിട്ട് രണ്ടാമത് വിളിച്ചിട്ട് ചോദിച്ചു, ആ തിസ്മഉൻ നിദാ ബിസ്സലാ, നീ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ബാങ്ക് ഉണ്ടല്ലോ, അയ്യാല സ്വല അയ്യാലൽ ഫല എന്ന് പറയുന്ന ബാങ്ക് ഉണ്ടല്ലോ, അത് കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നഅം. അപ്പൊ റസൂൽ പറഞ്ഞു, എന്നാ ഉത്തരം കൊടുത്തിരിക്കണം. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കണുണ്ടെങ്കിൽ ഉത്തരം കൊടുത്തിരിക്കണം. ആരോടാണ് ഈ പറയണത്? കണ്ണ് കാണാത്ത ഒരു വ്യക്തിയോടാണ്. പള്ളിയിലേക്ക് എത്തിക്കാൻ വഴി കാണിക്കാൻ ആരില്ല, പള്ളിയിലേക്ക് വരുന്ന വഴി ദുർഘടം പിടിച്ചതാണ്, മരുഭൂമിയാണ്, പല ജീവജാലം. ഇത്തരത്തിൽ അനിവാര്യമായ 4-5 കാരണമുള്ള അന്ധനായ ഒരു സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ബാങ്കിന് ഉത്തരം കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ റൂമുകളിലേക്ക് എത്ര പള്ളി മിനാരങ്ങളിൽ നിന്നുള്ള ബാങ്കുകൾ കേൾക്കുന്നുണ്ട്, സുബീക്ക് എത്ര കേൾക്കുന്നുണ്ട്, അസർക്ക് എത്ര കേൾക്കുന്നുണ്ട്. ഇത് ഈ 2 വക്ത് പറയാൻ കാരണം പലപ്പോഴും പ്രവാസികളായിട്ടുള്ള ആളുകൾക്കും മറ്റുള്ളവർക്കും ഏറ്റവും കൂടുതൽ ജമാഅത്തിന് പങ്കെടുക്കാൻ മടിയുള്ള 2 വക്തുകളാണ് സുബി, അസർ എന്നുള്ളത്. ളുഹർ അതേപോലെ മഗ്‌രിബ് ഇശാക്ക് ചിലപ്പോഴും ജോലി സ്ഥലത്ത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജോലി, അപ്പൊ ഈ പങ്കെടുക്കും. നമ്മുടെ റൂമുകളിലേക്കൊക്കെ എത്ര പള്ളിയിൽ നിന്ന് അയ്യാല സ്വല അയ്യാലൽ ഫല എന്ന് കേൾക്കുന്നുണ്ട്, എത്ര പള്ളികളിൽ നിന്ന്, 2, 3, 4 പള്ളികളിൽ നിന്ന്. നമ്മൾ 2, 3 മിനിറ്റ് നടന്നാല് നമ്മളെല്ലാവരുടെയും റൂമിന്റെ പരിസരത്ത് പള്ളികളുണ്ട്. എന്നിട്ട് നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിസ്സാര കാരണത്തിന്റെ പേരിൽ നമ്മൾ ജമാഅത്ത് ഒഴിവാക്കും. ആ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ് ഈ സ്വഹാബിയുടെ ചരിത്രം. കണ്ണ് കാണാത്ത അന്ധനായ ഒരു സ്വഹാബിയോട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ഉത്തരം നൽകിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ എന്ത് ഉദറാള്. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുകയാണ്, ഇന്ന മഗ്‌രിബിന് അല്ലെങ്കിൽ ഇന്ന ഇശാക്ക് ഇന്ന ളുഹ്റിന് എന്ത് കാരണം കൊണ്ടാണ് നീ ജമാഅത്തിന് പങ്കെടുക്കാതെ ഇരുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹിന്റെ മുമ്പില് ബോധ്യപ്പെടുത്താൻ പറ്റും, നെഞ്ഞത്ത് കൈവച്ച് നമുക്ക് പറയാൻ പറ്റും അതിന് പറ്റിയ ഒരു ആൻസർ നമ്മുടെ അടുത്തുണ്ടെന്ന്. ഒരു എപ്പോഴെങ്കിലും ഒരു ജമാഅത്ത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്, നിസാരമായ കാര്യത്തിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ ജമാഅത്ത് നമസ്കാരത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ റൂമിൽ നിന്ന് മാത്രം നമസ്കരിക്കണം. അവരോടാണ് ചോദിക്കുന്നത്, ജമാഅത്ത് നമസ്കാരം മിസ്സാക്കിയാൽ അതിനുള്ള ശിക്ഷ കിട്ടും. അള്ളാഹിന്റെ മുമ്പിൽ പറയാൻ പറ്റിയ ഒരു ഉദർ നമുക്കുണ്ടോ ഇല്ലെന്ന് നമ്മൾ ആലോചിക്കണം. കാരണം ഈ കണ്ണ് കാണാത്ത ഈ സഹാബിക്ക് പോലും അള്ളാഹുന്റെ റസൂല് ഉദർ കൊടുത്തിട്ടില്ല. നമ്മുടെയൊക്കെ റൂമിന്റെ പരിസരത്ത് എത്രയോ പള്ളികളുണ്ട്. ഈ പള്ളികളിലേക്ക് 2-3 മിനിറ്റ് നിറയെ നമ്മൾ എത്തും. പക്ഷെ എന്ത് ചെയ്യും, ജമാഅത്ത് കഴിയട്ടെ അല്ലെങ്കിൽ റൂമിൽ നിസ്കരിച്ചാൽ മതി. ഇപ്പൊ നമുക്കറിയാം, റമദാൻ മാസത്തിൽ എല്ലാ പള്ളികളിലും 2-3 സ്വപ്പ് ഫുള്ളാണ്, പള്ളിയാണെങ്കിൽ 5-6 സ്വപ്പ് ഫുള്ളാവും. എന്ത് ചെയ്യും, റമദാനിൽ മാത്രം ആളുകൾ ജമാഅത്തിന് പങ്കെടുക്കുന്നത്, അല്ലാത്ത സമയത്ത് ജമാഅത്തില്ലേ. നമ്മളെ വിഷയം തന്നെ റമദാനും ജമാഅത്ത് നമസ്കാരവും. നമുക്കറിയാം, ജുമാ നമസ്കാരത്തിന് എത്ര ആളുകൾ പള്ളിയിലുണ്ടോ ആ മഹലിലുള്ള ആളുകളാണത്. ഈ ആളുകള് കുറച്ച് ആളുകൾ ചിലപ്പോൾ ജോലിക്കോ യാത്രയിലാണെങ്കിൽ ബാക്കിയുള്ള സുബീക്കാണെങ്കിലും ബാക്കിയുള്ള 5 വക്തിനും ജുമാക്ക് എത്ര ആളുകൾ പള്ളിയിൽ കാണേണ്ടതല്ലേ. ഇവരൊക്കെ എവിടെ പോണ്? ഇവർക്കൊന്നും ജമാഅത്തിന്റെ പ്രാധാന്യം പലപ്പോഴും നമ്മുടെ നാട്ടിലെ മുമ്പുള്ള ആളുകൾ അതിന്റെ ഒരു പ്രാധാന്യം പഠിപ്പിക്കാത്തതിന്റെ പേരിൽ ജമാഅത്ത് നമസ്കാരം പുരുഷന്മാർക്ക് നിർബന്ധമില്ല, നിസ്കരിച്ച് വിട്ടാൽ മതി എന്നുള്ള ഒരു മൈൻഡ് വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒഴിവുള്ള സമയത്ത് കളാ വീട്ടിയാൽ മതി എന്നുള്ള ഒരു തെറ്റായ ധാരണ വന്നതിന്റെ പേരിൽ പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ നമസ്കാരം പോലും മിസ്സായി അതിന്റെ പാപഭാരം ഏറ്റുകൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. നമസ്കാരങ്ങൾ ഒരുപാട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടെങ്കിലും ജമാഅത്ത് നമസ്കാരം ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടില്ല, നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കേട്ടോ, കപട വിശ്വാസികളുടെ ലക്ഷണമായി പറഞ്ഞിട്ടുള്ളത് അവർക്ക് ഏറ്റവും ഭാരമുള്ള നമസ്കാരമാണ് സുബഹിയും ഇശാവും എന്നുള്ളതാണ്. കാരണം എന്താ, ജമാഅത്ത് നമസ്കാരം അവിടെ വരൂല, കുറച്ച് പ്രയാസമാണ്, ഉറക്കൊക്കെ ഒന്ന് മിസ്സാവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരേണ്ടി വരുന്നുണ്ട്. ജമാഅത്ത് നമസ്കാരത്തിന്റെ ഒരുപാട് എല്ലാം കൂടി പറയാനുള്ള സമയം, നമ്മുടെ സമയം കഴിഞ്ഞ് 2 മിനിറ്റേ ബാക്കിയുള്ളൂ. ഒരുപാട് ശ്രേഷ്ഠതകൾ ഹദീസിൽ കാണാൻ പറ്റും. ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ജമാഅത്തെ നമസ്കരിച്ചാൽ കിട്ടും. ഒരാൾ പൂർണ്ണമായും ഇശാ നമസ്കാരവും സുബഹി നമസ്കാരവും ജമാഅത്തായി ഇമാമിന്റെ കൂടെ നമസ്കരിച്ചാൽ രാത്രി പൂർണ്ണമായി നമസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടും. ഒരാൾ ഓതെടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് നമസ്കാരം ലക്ഷ്യം വെച്ച് പള്ളിയിലേക്ക് ഇറങ്ങിയാൽ അവന്റെ ഓരോ കാലടിക്കും പ്രതിഫലമാണ്. അവൻ ചെയ്ത പാപങ്ങൾ പൊറുക്കപ്പെടും. ഓരോ കാലടിക്കും അവൻക്ക് ഓരോ നന്മ രേഖപ്പെടുത്തപ്പെടും. ഇതൊക്കെ ഹദീസിൽ വന്നാണ്. നമസ്കാരത്തിന് വേണ്ടി നമ്മൾ പള്ളിയിൽ 5-10 മിനിറ്റ് കാത്തിരിക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന ഓരോ സമയവും നമുക്ക് പുണ്യം രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അത്രയും പ്രാധാന്യമാണ് ജമാഅത്ത് നമസ്കാരത്തിന് ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇതിന്റെ പുറമെ വേറെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഹദീസ് കാണാൻ പറ്റും. ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞാൽ അതിന്റെ കൂടെ മലക്കുകളും ആമീൻ പറയും. ഇതൊക്കെ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന പ്രതിഫലമാണ്. നമ്മൾ റൂമിൽ നിന്ന് നമസ്കരിക്കണം, അതേ സമയം തന്നെ ചിലപ്പോൾ നമുക്ക് 2-3 മിനിറ്റ് ഏറെ വരണ്ടാവുള്ളൂ നമ്മളെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പോകാൻ. ആ ഒരു നമസ്കാരം റൂമിലാക്കുന്നതോട് കൂടി ഇത്രയും പുണ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു പരിശുദ്ധ റമദാനോട് കൂടി ആരെങ്കിലും ജമാഅത്ത് നമസ്കാരത്തിൽ വീഴ്ചകൾ വരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകണമെന്നാണെങ്കിൽ ഈ ഒരു പരിശുദ്ധ റമദാനോട് കൂടി അതൊന്ന് തിരുത്തുക. ഈ റമദാനോട് കൂടി ഇനിയുള്ളൊരു ജമാഅത്ത് നമസ്കാരം എനിക്ക് മിസ്സാവൂല എന്നുള്ളൊരു പ്രത്യേക വാശിയോട് കൂടി റമദാനോട് കൂടി നമ്മൾ ആരംഭിക്കും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജമാഅത്ത് നമസ്കാരങ്ങൾ മിസ്സാകാതെ ഉൾപ്പെടാൻ പറ്റും. അതിനോട് കൂടി നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാഅത്ത് നിലനിർത്തിക്കൊണ്ട് അതിൽ ഉൾപ്പെട്ട വിശ്വാസികളുടെ കൂടെ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാം അനുഷ്ഠിക്കുന്ന നോമ്പുകളും നമസ്കാരങ്ങളും സക്കാത്തുകളും എല്ലാം നാളെ പരലോകത്ത് പുണ്യം കിട്ടുന്ന ശ്രേഷ്ഠമായ അമലിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ.